ഇത് ഡാർജിലിംഗ് റെയിൽവേ സ്റ്റേഷനാണ്. ഹിമാലയൻ പർവ്വതനിരകൾക്കിടയിലുള്ള റെയിൽവേ സ്റ്റേഷൻ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഡാർജിലിംഗിൽ എത്തുന്നവർക്ക് വല്ലാത്ത കൗതുകം ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ്. ഇവിടെ ഇപ്പം ഒരു ട്രെയിൻ കാണാം. ഇത് ഒരു സാധാരണ ട്രെയിനല്ല. വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം പിടിച്ച ഒരു തീവണ്ടി സർവീസാണിത്. ഈ സ്റ്റേഷനിൽ നിന്നാണ് നമ്മുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഈ തീവണ്ടി സർവീസ് ആരംഭിക്കുന്നത്. തീവണ്ടി സർവീസിനായിട്ട് പ്രത്യേകമായിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണിത്. ഇതാണ് ഡാർജിലിംഗ് റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നിന്ന് ആരംഭിച്ച് പശ്ചിമ ബംഗാളിലെ തന്നെ NJP, അതായത് ന്യൂ ജയ്പാൽഗുരി, അവിടെ വരെ നീളുന്ന തീവണ്ടി സർവീസാണിത്. സമുദ്രനിരപ്പിൽ നിന്ന് 6000 അടി ഉയരത്തിലാണ് ഈ സ്റ്റേഷൻ. ഇനി യാത്ര ചെയ്യുന്നത് ഹിമാലയൻ മലനിരകൾക്കിടയിലൂടെയാണ്. ഇവിടെ ഇപ്പം കൽക്കരി ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൽക്കരിയുടെ ചൂട് കൊണ്ട് പ്രവർത്തിക്കുന്ന സ്റ്റീം എഞ്ചിനാണ് ഈ തീവണ്ടിക്ക് ഉണ്ടാവുക. ടോയ് ട്രെയിനാണ് ഇത് കാണാൻ വേണ്ടി മാത്രമായിട്ട് ഒരുപാട് ലോകത്തിലെ പല ഭാഗത്ത് ആൾക്കാർ ഇവിടെ വരാറുണ്ട്, ഇവിടെ കയറാറുണ്ട്. ഇത് പോകുന്ന റൂട്ട് പിന്നെയാണ് ഏറ്റവും വലിയ രസം. ഇത് പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ അങ്ങാടിക്ക് റോഡിന് സമാന്തരമായിട്ട് റോഡിനോട് ചേർന്ന് കുറച്ച് വീടുകളുണ്ടാവും, കുറച്ച് വീടുകളുണ്ടാവും. അതിനിടയിൽ കൂടിയാണ് ഇതിന് ഞങ്ങളിത് കയറാൻ വേണ്ടി പോവാണ്. ഇപ്പം ഫാമിലി ഇന്ത്യയുടെ കൂടെ ഞങ്ങൾ ഈ ട്രെയിനിൽ ഇപ്പം കയറാൻ വേണ്ടി പോവാണ്. എത്രയോ കാലമായിട്ട് കാത്തിരുന്ന ഒരു വല്ലാത്തൊരു അനുഭവമാണ് ഈ ടോയിങ് ട്രെയിൻ, പ്രത്യേകിച്ച് സ്റ്റീം എഞ്ചിൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് സ്റ്റീം എഞ്ചിനാണ്, നമ്മുടെ പഴയ മോഡൽ എഞ്ചിൻ. അപ്പോൾ ഇതിൽ കയറാനാണ് ആൾക്കാർക്ക് കൂടുതൽ താല്പര്യം. 2 തരത്തിലുള്ള ട്രെയിൻ ഇവിടുന്ന് സർവീസ് നടത്തുന്നുണ്ട്. ഒന്ന് സ്റ്റീം എഞ്ചിനും അതുപോലെ ഡീസൽ എഞ്ചിനും. അപ്പം ഞങ്ങളെല്ലാവരും ട്രെയിനിൽ കയറിക്കഴിഞ്ഞു. നമ്മുടെ ട്രെയിൻ പുറപ്പെടുകയാണ്. അതിൻ്റെ ചൂളം വിളി ഇപ്പം കേൾക്കാം. നേരത്തെ നമ്മൾ കണ്ടത് സ്റ്റീം എഞ്ചിനാണ്. ഇത് മറ്റൊരു ട്രെയിനാണ്, അത് ഡീസൽ എഞ്ചിനാണ്. ഇതാ ഈ യാത്ര 88 കിലോമീറ്റർ പിന്നിട്ട് സിലിഗുരിക്കടുത്ത NJP വരെ എത്തും. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നാരോ ഗേജ് സിസ്റ്റമാണ്. ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് 2 ഫീറ്റാണ്. ഇത് പോകുന്ന രീതി വല്ലാത്ത രസകരമായ കാര്യമാണ്. കാരണം പലപ്പോഴും റോഡ് ഇങ്ങനെ മുറിച്ച് കിടക്കും. ആ മുറിച്ച് കിടക്കുന്ന സമയത്ത് അതിൻ്റെ തൊട്ടിപ്പുറത്തും അപ്പുറത്തൊക്കെ ആയിട്ട് മറ്റു വാഹനങ്ങളൊക്കെ വളരെ കൂളായിട്ട് ഇങ്ങനെ കടന്നു പോകുന്ന കാഴ്ച കാണാം. പട്ടണത്തിൻ്റെയൊക്കെ ഒത്ത നടുവിൽ കൂടി ഇങ്ങനെ പോകുന്ന ട്രെയിൻ നമ്മളൊരു പക്ഷേ വേറെ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. അത് മാത്രമല്ല, ഒരു തീവണ്ടിയെ കൂളായിട്ട് ഓവർടേക്ക് ചെയ്യുന്ന വാഹനങ്ങളും ഇവിടെ നമുക്ക് കാണാം. ഏറ്റവും
രസകരമായിട്ടുള്ള കാര്യമാണ് ഇനി കാണാൻ പോകുന്നത്. ഇത് പോകുന്ന വഴി നോക്കുക. തൊട്ടിപ്പുറത്ത് ചിലപ്പം ഏതെങ്കിലും ബിൽഡിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ നിൽക്കുന്നുണ്ടായിരിക്കും, വാഹനങ്ങൾ നിൽക്കുന്നുണ്ടായിരിക്കും. അതിനോട് ഇങ്ങനെ തൊട്ടില്ല എന്ന് പറഞ്ഞ് പോകുന്നത് കാണാം. ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ എന്നാണ് ഇതിന് പറഞ്ഞു വരുന്നത്. ടോയ് ട്രെയിൻ എന്നും പറയാറുണ്ട്. ഇപ്പം കടന്നു പോകുന്നത് ഡാർജിലിംഗ് ടൗണിൽ കൂടിയാണ്. ഇനി ഈ ടൗൺ കഴിഞ്ഞാൽ പിന്നെ കൊടും കാടുകളിലൂടെ വലിയ മലനിരകൾക്ക് ഇടയിലൂടെ ഒക്കെയാണ് ഈ ട്രെയിൻ കടന്നു പോകുന്നത്. ഏകദേശം ഒരു അരമണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റോപ്പ് ഉണ്ട്. അതൊരു റെസ്റ്റിംഗ് പ്ലേസ് കൂടിയാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ്. ഇവിടെ ഒരുപാട് കച്ചവടങ്ങളൊക്കെ ഉണ്ട്. ഒരു ഭാഗം വലിയൊരു താഴ്വര ആയതുകൊണ്ട് അവിടേക്ക് നല്ല സൈറ്റാണ്. അപ്പോൾ അവിടെ ഒരു ബൈനോക്കുലർ ഒക്കെ വെച്ചിട്ടുണ്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ കുറേ കാഴ്ചകളും ഒക്കെയുള്ള ഒരു ഇടമാണ് ഈ സ്റ്റേഷൻ. ഇവിടെ നമുക്ക് ഈ ദേശത്തിൻ്റെ പരമ്പരാഗത വേഷങ്ങൾ അണിയാനുള്ള ഒരു അവസരം കൂടിയുണ്ട്. അപ്പം നമ്മുടെ ട്രെയിൻ പുറപ്പെടുകയാണ്. അടുത്ത സ്റ്റേഷൻ്റെ പേര് ഖൂം എന്നാണ്. അപ്പോൾ നമ്മൾ ഖൂം റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞു. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഹെറിറ്റേജ് റെയിൽവേ സ്റ്റേഷനാണ്. അതായത് ഇതിൻ്റെ ഹൈറ്റ് സമുദ്രനിരപ്പിൽ നിന്ന് 7407 അടിയാണ്. ഡാർജിലിംഗ് സ്റ്റേഷൻ തുടങ്ങി ഇവിടെ ഈ ഖൂം റെയിൽവേ സ്റ്റേഷൻ വരെ ഏകദേശം 1.25 മണിക്കൂറാണ് റണ്ണിങ് ടൈം. ഈ റെയിൽവേ സ്റ്റേഷനിൽ ഒരു മ്യൂസിയം കൂടിയുണ്ട്. അപ്പോൾ റെയിൽവേയുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമുക്ക് അവിടുന്ന് കണ്ടു മനസ്സിലാക്കാം. ഒരു സ്റ്റീം എൻജിൻ നമുക്ക് കാണാം. ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ഈ ബോഗിയുമായി ഘടിപ്പിക്കും. ഇനിയുള്ള യാത്രയാണ് ശരിക്കും പറയുകയാണെങ്കിൽ കിടിലൻ യാത്ര. കാരണം ഇനി പോകുന്നത് ഹിമാലയത്തിൻ്റെ മടിത്തട്ടിൽ കൂടിയാണ്. അപ്പം കിട്ടുന്നൊരു സൈറ്റ് എന്ന് വെച്ചാൽ അപാര സൈറ്റാണ്. ആ ദൂരെ വെളുത്ത് കാണുന്നത് മേഘല്ല, മഞ്ഞ് മൂടിയ ഹിമാലയത്തിൻ്റെ കാഴ്ചയാണ്. ഡാർജിലിംഗ് നഗരത്തിൻ്റെ മുഖമുദ്രയാണത്. നമുക്ക് എവിടെ നിന്നും ഈ കാഴ്ച കാണാം. എന്നെങ്കിലും ഒരു അവസരം കിട്ടുമ്പം ഇത്തരമൊരു യാത്ര കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇത് ഒരു അപൂർവമായ അനുഭവമായിരിക്കും. സിക്കിം, ഡാർജിലിംഗ് ഇത് ചേർത്താണ് സാധാരണ ഒരു യാത്ര പോകാൻ.